വെൽക്കം ടു മല്ലു ഡിസ്കസ് ചെയ്യാനുള്ളത് ബാർസ വേഴ്സസ് എൽച്ചെ മാച്ചിനെ കുറിച്ചാണ്. 3-1 ഈ ഒരു മാച്ചിൽ ബാർസലോണ ജയിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു 10-1 അല്ലെങ്കിൽ ഒരു 12-1 അങ്ങനെയൊക്കെ ജയിക്കേണ്ട മാച്ചായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, ഒരുപാട് ചാൻസ് കിട്ടി. എനിക്കൊന്ന് 30 ഷോട്ടെങ്ങാനും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും 25 ഷോട്ടിൻ്റെ മേലുണ്ട്. 8 ഷോട്ടെങ്ങാനും ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതിന്ന് വെറും നമ്മൾ കൺവേർട്ട് ചെയ്തത് 3 ഗോൾസ് മാത്രമാണ്. പത്തറ്റിക് നമ്മൾ പറയില്ല, പത്തറ്റിക് അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഫെറാൻ ടോറസ് എത്ര ചാൻസ് ആണ് മിസ് ചെയ്തത്, ഓപ്പൺ ചാൻസ് ഫസ്റ്റ് ഹാഫിലേക്ക് മിസ് ചെയ്തത്. കണ്ടിട്ട് പ്രാന്ത് പിടിക്കുക. അതേപോലെ തന്നെ യമാലിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് യമാലൊക്കെ മിസ്സാക്കിയ ചാൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ യമാൽ വേറെ കുറേ സംഗതികൾ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ യമാൽ ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫെറാൻ ടോറസ് അങ്ങനെയല്ല. ഫെറാൻ ടോറസ് ഈസ് റെസ്പോൺസിബിൾ ടു സ്കോർ ഗോൾസ്. ഫെറാൻ്റെ പണി എന്ന് പറഞ്ഞാൽ അവിടെ ഗോൾ സ്കോർ ചെയ്യൽ മാത്രമാണ്. റൈറ്റ് വിങ്ങിൽ പോയി 4 ആൾ ടേക്ക് ഓൺ ചെയ്ത് ബോക്സിലേക്ക് ബോൾ എത്തിച്ച് ക്രോസ് കൊടുക്കലൊന്നും ഫെറാൻ്റെ പണിയല്ല. ഫെറാൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്കോർ ഗോൾസ്. അത് ഫെറാൻ വൃത്തിക്ക് ചെയ്യണം. ഈ ഫെറാൻ മാത്രമല്ല, ഫെർമി കുറെ ചാൻസ് മിസ് ചെയ്തു. ചില ക്രൂഷ്യൽ ചാൻസ് ഫെർമി മിസ് ചെയ്തു. അങ്ങനെ എല്ലാവരും മത്സരിച്ച് മിസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് കണ്ടിട്ടുള്ളത്. സോ സാഡ്. ഓക്കെ, ഇതിങ്ങനെ കണ്ടിരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു 4 ചാൻസ് മിസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്ത് ഒരു ചാൻസൊക്കെ നമ്മൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. ആ കൺസീഡ് ചെയ്യുന്ന ചാൻസൊക്കെ നിങ്ങൾ ഓരോ ചാൻസും എടുത്ത് നോക്കിക്കോ. അതൊക്കെ ഒരു നല്ല സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ എൽച്ചെക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാൻസുകളായിരുന്നു. എൽച്ചയിൽ ഈ ഇയാഗോ അസ്പാസിനെ പോലത്തെ പ്രാന്തന്മാരുണ്ടെങ്കിൽ നമ്മളെ ട്രൗസർ കീഴിൽ ഒരു 3 ഗോൾ 4 ഗോൾ നമ്മൾ കൺസീഡ് ചെയ്തേനെ. ഓക്കെ, അവർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാൻസസ് നമ്മൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ 3 ഗോൾ അടിച്ചോട്ടെ, നോ സീൻ. നമ്മളിപ്പുറത്ത് 6-7 അടിച്ചാൽ മതി, അത്രത്തോളം ചാൻസ് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു മാച്ചിൽ കണ്ട വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രശ്നം. അവസാനം ചാൻസ് മിസ്സാക്കുന്നത് കണ്ടിട്ട് ഹാൻസി ഫ്ലിക്കിനൊക്കെ തലപ്രാന്ത് പിടിക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മൂപ്പരെ മുഖത്ത് വിസിബിളാണ്, പ്രാന്ത് പിടിക്കുന്നുണ്ട് ചാൻസ് മിസ്സാക്കുന്ന കണ്ടിട്ട്. എനിക്ക് കുറച്ചെങ്കിലും സമാധാനമായത് 2-1 നിന്ന് 3-1 എത്തിയതോടെയാണ്. അത് 2-2 പോയിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ 3-2 തോറ്റേനെ. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ശരിക്കും നമ്മളിത് ഒരു 50 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോൾ അടിച്ചിട്ട് കളി സീൽ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് നമ്മൾ ചെയ്തില്ല. അതാണ് ഏറ്റവും വലിയ പാളിച്ച. നമ്മൾ ലീഗിൽ ആകെ നിൽക്കുന്നത് ഒരു പോയിന്റിന്റെ ബലത്തിലാണ്. അപ്പോഴാണ് നമുക്ക് പോയിന്റ് ഗെയിൻ ചെയ്യാനും ഗോൾ ഡിഫറൻസ് ഗെയിൻ ചെയ്യാനൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ മാച്ചുകളിൽ നമ്മൾ 3-1 മാത്രം ജയിക്കുന്നത്, അതേപോലെ തന്നെ 2-1 കുറേ നേരം കടിച്ചു തൂങ്ങുന്നത്, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കാണുന്നത്. സോ ഇത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു പരിപാടിയാണ്. അതാണ് പറയാനുള്ളത്. ഇനി നമ്മൾ മാച്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ നമ്മുടെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ റിക്കും കുബാർസിയാണ് സെൻറ്റർ ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാൾഡിയും കൂണ്ടെ റൈറ്റ് ബാക്ക്, നമ്മുടെ സൂപ്പർമാൻ ഗോൾ കീപ്പർ. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിലുള്ളത് ഫെർമി, ഫ്രാങ്കി ആൻഡ് ഓൾമ മിഡ്ഫീൽഡാണ്. റിയൽ ബെറ്റർ ഇഞ്ചോർഡാണ്. ഫ്രണ്ട് 3ലേക്ക് വരുന്ന സമയത്ത് റഫീഞ്ഞയും അതേപോലെ തന്നെ ഫെറാൻ ടോറസും യമാലുമാണ് ഉള്ളത്. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു, കിഡിലം കളിയായിരുന്നു. പക്ഷെ ചാൻസ് കൺവേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഈ മാച്ചിൽ എടുത്തു പറയേണ്ട പ്ലെയർ എന്ന് പറയുന്നത് ഫ്രാങ്കിയാണ്. ഫ്രാങ്കി 5-6 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ് ഫ്രാങ്കി പുറത്തെടുത്തിട്ടുള്ളത്. അറ്റാക്കിംഗ് വൈസ് ആണെങ്കിൽ ഫൈനൽ തേർഡിലും ഡിഫൻസീവ് വൈസും ആളുടെ വർക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു സമയത്ത് ഒരുപാട് വിമർശനമൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആളുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ആളെല്ലാ മാച്ചിലും ഡെലിവർ ചെയ്യുന്നത്. ഇപ്പം പെഡ്രി അവിടെ ഇല്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിന് വലിയൊരു റീസൺ ആരാ? വലിയൊരു റീസൺ ഫ്രാങ്കിനെ പോലത്തെ ബോള് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സൂപ്പർ പ്ലെയർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫെർമിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. ഓൾമോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഓൾമോൻ്റെ ഒരു ക്രോസ് ബാറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥ. പിന്നെ ഏറ്റവും സാഡായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫീഞ്ഞക്ക് എന്തോ ഒരു ഇഞ്ചുറി പറ്റിയ ലക്ഷണമുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ റഫീഞ്ഞിനെ സബ് ചെയ്തതെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ട്സ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്തോ ചെറിയൊരു ഇഞ്ചുറി കൺസേൺ എങ്ങാനും കാണണം, അതായിരിക്കും സബ് ചെയ്തത്. അല്ലാതെ സബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത്. ഫസ്റ്റ് ഹാഫിൽ റഫീഞ്ഞ
റഫിഞ്ഞിൻ്റെ നല്ലൊരു ഡ്രിബിളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾ നന്നായിട്ട് കളിച്ചിട്ടാണ് പിന്നീട് കയറി പോയിട്ടുള്ളത്. പിന്നെ റാഷ്ഫോർഡ് വന്നു. റാഷ്ഫോർഡ് ആ 3-1 എത്തിച്ചപ്പോഴാണ് സമാധാനമായത്. എന്നിട്ട് 4-1 5-1 എത്തിക്കാനുള്ള ചാൻസ് റാഷ്ഫോർഡ് മിസ് ചെയ്യുന്നു. പാത്തറ്റിക്. അങ്ങനെയാണ് പറയേണ്ടത്. ശരിക്കും ഈ ഒരു മാച്ചിൽ റോണിക്കൊക്കെ റോണിക്ക് ചാൻസ് കൊടുക്കാൻ പറ്റില്ല, കാരണം കളി തുലാസിൽ നിൽക്കുകയുള്ളൂ. അത് ഞാൻ പെട്ടെന്ന് ആലോചിച്ചില്ല. അപ്പം ഇത്തരത്തിലുള്ള മാച്ച് നമ്മൾ കുറെ കൂടെ ക്ലിനിക്കലാവുക എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. അത് നമ്മുടെ സെൻട്രൽ ബാക്കുകളെ കുറിച്ച്, നമ്മുടെ ഹൈലൈനെ കുറിച്ചൊക്കെ തന്നെയാണ്. നമ്മൾ ഈസിലി ചാൻസസ് കൺസീഡ് ചെയ്യുന്നു, അവർക്ക് മുന്നില്ലാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. അപ്പം ഈ ഒരു ഡിഫൻസീവ് സെറ്റപ്പിന് എന്ത് സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരും? ഇപ്പോൾ LCB കളിച്ചാരാ? എറിക്കാണ് പ്രധാനമായിട്ട് LCB കളിച്ചത്. പക്ഷേ എറിക്ക് റൈറ്റ് സൈഡിൽ കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആൾ നാച്ചുറൽ പൊസിഷനിലല്ല കളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് അവിടെ ഉണ്ട്. അപ്പം ഇപ്പം നമ്മൾ കൊണ്ടുവന്ന മറ്റേ ഓൺസ്റ്റൈൻ എന്ന് പറഞ്ഞ പ്ലെയർ, ആ പ്ലെയറിനൊക്കെ നമ്മൾ LCBയിൽ സ്റ്റാർട്ട് ചെയ്യിക്കും. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അതായത് ഓഫ് സൈഡ് ട്രാപ്പ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റാത്ത, അതേപോലെ തന്നെ പ്ലെയേഴ്സിനെ ഓഫ് സൈഡ് ട്രാപ്പ് പൊട്ടിച്ചോടുന്ന പ്ലെയേഴ്സിനെ ഓടിപ്പിടിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മളെങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. അത് കുറേ കാലമായിട്ടുള്ള പ്രശ്നമാണ്, ഇപ്പോഴും അത് സോൾവ് ആയിട്ടില്ല. എല്ലാ ടീംസും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഇന്നത്തെ മാച്ചിൽ എൽഷ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഉന്നയില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3-3 എത്തിയനെ. നമുക്ക് ഒരുപാട് ചാൻസ് കിട്ടി, നമ്മളൊന്നും സ്കോർ ചെയ്തില്ല, നമ്മൾ 3 നിന്നു. അവർക്കൊരു 3 ഗോൾ അടിക്കാനുള്ള ചാൻസ് നമ്മളപ്പുറത്ത് കൺസീഡ് ചെയ്യുകയും ചെയ്തു. സോ 3-3 പോകാത്ത ഭാഗ്യം. എനിവേ നല്ല പെർഫോമൻസ് ആണ് ടീമിലെ എല്ലാ പ്ലേയേഴ്സും കൊടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ യമാൽ ഒരു രക്ഷയില്ല. വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ വേണ്ടി പറ്റും. വേൾഡ് ക്ലാസ് പെർഫോമൻസ്. ആളെ കളി കാണാൻ എന്ത് രസമാണ്. ആൾ ഡ്രിബിൾ ചെയ്തിട്ടൊക്കെ കണ്ട് പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഓക്കെ, ഗ്രേറ്റ് പെർഫോമൻസ്. ആളെ എത്ര അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മതിയാവില്ല. ഈ ഒരു ടീമിലേക്ക് ഈ ഒരു ഫോമിൽ നിൽക്കുന്ന യമാലിൻ്റെ കൂടെ പെഡ്രിൻ്റെ ഒരു ബെസ്റ്റ് ഫോമിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ റണ്ണ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് UCL നമുക്ക് എന്തായാലും ടഫ് ഫിക്സ്ചറാണ് വരാൻ വേണ്ടി പോകുന്നത്. ന്യൂകാസിലോ അല്ലെങ്കിൽ PSG ഒക്കെ ആവുമെന്ന് പറയപ്പെടുന്നു. അപ്പം നമുക്കിനി ടഫ് ഫിക്സ്ചേഴ്സ് വരാനുണ്ട്. നമ്മൾ ക്ലിനിക്കൽ ആവേണ്ട ആവശ്യമുണ്ട്, നമ്മൾ ഡിഫെൻസീവ്ലി സ്ട്രോങ് ആവേണ്ട ആവശ്യമുണ്ട്. അപ്പം ലെറ്റ്സ് സീ എങ്ങനെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.